നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ഈ തീരുമാനം കൊണ്ട് ഈ കുടുംബത്തിൽ ആർക്കും മുറിവ് ഏൽക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാ ഈ കാര്യം ഞാൻ നിങ്ങളോട് ആലോചിക്കുന്നത്. അതിന് അച്ഛനിതുവരെ കാര്യം പറഞ്ഞില്ലല്ലോ. സ്നേഹയും ധനുഷിനെയും നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു വിളിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു ചതിയുണ്ടാവില്ല, അത് ഞാൻ ഉറപ്പു തരാം. ഇവിടെ എനിക്ക് ജയിച്ചേ പറ്റൂ മൂർത്തി. അതിന് തടസ്സമായി നിൽക്കുന്നത് ആരായാലും എനിക്കത് വെട്ടിമാറ്റിയേ പറ്റൂ. വെട്ടിമാറ്റണം മൂർത്തി, തീർക്കണവനെ. അത് ഞാൻ ഏറ്റു. നീ കരുതുന്ന പോലെ അത്ര ഈസി അല്ല. എന്നെ അവന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ എന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു നീക്കവും പ്രതീക്ഷിക്കും. ഒപ്പം നിന്ന് ചതിച്ചവനെ തീർക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ദയയുടെ ഒരു കണിക പോലും കാണിക്കരുത്. അവനോട് കാണിച്ചതുപോലെ ദയയും സ്നേഹവും ഞാൻ ആരോടും കാണിച്ചിട്ടില്ല. സ്നേഹം അവൻ കല്യാണം കഴിച്ചതുപോലും ഞങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയാണെന്നാ അവൻ എന്നെ വിശ്വസിപ്പിച്ചിരുന്നത്. പക്ഷേ അതല്ല. വേറൊരു പെണ്ണിന്റെ സ്നേഹം കിട്ടിയപ്പോ, ഗന്ധം അറിഞ്ഞപ്പോ അവൻ എന്നെ മറന്നു. ഇപ്പൊ അവൻ എന്റെ മുമ്പിൽ നല്ല പിള്ള ചമയുന്നു. നെല്ലിശ്ശേരിയിൽ എന്നേക്കാളും വലിയൊരു സ്ഥാനം അവന് കിട്ടിയ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിനേക്കാൾ നല്ലത് അവൻ ഇല്ലാതാവുന്നതാ. ഞാൻ അവനെ തീർത്തു തരാം. അതിനുള്ള പദ്ധതികൾ നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കാം. അവന്റെ ജീവന്റെ അവസാനത്തെ ശ്വാസം അവന്റെ ശരീരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവനോട് പറയണം ഞാൻ പറഞ്ഞിട്ട് അവനെ കൊല്ലുന്നതെന്ന്. സൃഷ്ടിക്കാൻ മാത്രമല്ല, സംഹരിക്കാനും എനിക്കറിയാവുന്ന മരിക്കുന്നതിന് മുമ്പ് അവൻ അറിയണം. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ തീരുമാനത്തോട് യോജിക്കാനും യോജിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ എത്ര വിയോജിപ്പുണ്ടായാലും എന്റെ തീരുമാനത്തിന് മാറ്റമുണ്ടാവില്ല. എന്ത് തീരുമാനത്തെക്കുറിച്ചാ അച്ഛനീ പറഞ്ഞു വരുന്നേ? അച്ഛന്റെ തീരുമാനത്തില് ഇന്നുവരെ ഞങ്ങൾ മക്കളാരും എതിരെ നിന്നിട്ടില്ലല്ലോ. അതുപോലെയല്ല ഇത്. എന്റെ ഈ തീരുമാനം കൊണ്ട് ഈ കുടുംബത്തിൽ ആർക്കും മുറിവ് ഏൽക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാ ഈ കാര്യം ഞാൻ നിങ്ങളോട് ആലോചിക്കുന്നത്. അതിന് അച്ഛനിതുവരെ കാര്യം പറഞ്ഞില്ലല്ലോ. സ്നേഹയും ധനുഷിനെയും നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു വിളിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്താ ആരും ഒന്നും പറയാത്തെ? എനിക്കിതിന് സമ്മതമല്ല. ഔട്ട് ഹൗസിൽ അവരെ താമസിപ്പിക്കാൻ അനുവദിച്ചത് തന്നെ അച്ഛൻ പറഞ്ഞിട്ടാ. എന്നിട്ട് അവരെ അവിടെ നിന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കില്ല. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഏട്ടന് ഇതിന് സമ്മതമാണോ? സച്ചിയേട്ടൻ സമ്മതിക്കും. സച്ചിയേട്ടൻ സമ്മതിക്കും. സ്നേഹ നിങ്ങളുടെ അനിയത്തിയാണ്. അവളും ധനുഷും ഇപ്പൊ താമസിക്കുന്നത് ആ ഔട്ട് ഹൗസിലും. ഇനിയും അവരെ അവിടെ താമസിപ്പിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. സച്ചേട്ടാ, സച്ചേട്ടന് സ്വന്തമായി എന്ത് അഭിപ്രായം എടുക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. സച്ചേട്ടൻ അച്ഛന്റെ തീരുമാനത്തിനെതിരെ നിൽക്കാൻ പാടില്ല. അവരുടെ തിരിച്ചുവരവ്
ഈ വീടിനെ വെട്ടിമുറിച്ചുകൊണ്ടാവരുത്. അതിന്റെ പേരിൽ ഇനി ഇവിടെ വഴക്കുകൾ ഉണ്ടാവാൻ പാടില്ല. പരസ്പരം യുദ്ധം ചെയ്യാൻ ഇവിടെയുള്ളവരാരും ശത്രുക്കളല്ല. ഇത് നമ്മുടെ കുടുംബമാണ്. കുടുംബത്തിലെ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് കരുതി അവരെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. സംരക്ഷിച്ച് കൂടെ നിർത്തി ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. തെറ്റ് ചെയ്ത സഹോദരിയെ സഹോദരന്മാർക്ക് ശിക്ഷിക്കാം. പക്ഷേ അവര് നല്ല വഴിക്കാണ് നടക്കുന്നതെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ട്. അവർ ചെയ്ത തെറ്റ് ക്ഷമിച്ചിട്ടൊന്നുമല്ല. പക്ഷേ അച്ഛനെടുക്കുന്ന ഈ തീരുമാനത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നന്ദേട്ടൻ ഇതിന് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നന്ദേട്ടന്റെ പക്ഷത്താ ഞാനും. ഇത്രയും നാള് ജോലിക്കാര് താമസിക്കുന്ന ഔട്ട് ഹൗസിൽ ഞാൻ അവരെ താമസിപ്പിച്ചു. ഓരോ ദിവസവും അവരവിടെ താമസിക്കുന്നത് കാണുമ്പോൾ എന്റെ ഉള്ളിൽ സങ്കടം എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് നിങ്ങളോട് ആരോടും ഞാൻ പറഞ്ഞില്ല. ഒരാളെയും അറിയിച്ചിട്ടില്ല. എല്ലാം മനസ്സിലൊതുക്കി. അവൾക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോ ഒരഗതിയെ പോലെ എന്റെ മോള് ആ ഔട്ട് ഹൗസിൽ വേദന അനുഭവിച്ച് കിടന്നു. അർച്ചനയാ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തത്. ഇനി ഒരിക്കൽ കൂടി എന്റെ മോൾ അങ്ങനൊരവസ്ഥയിൽ വരുന്നത് എനിക്ക് സഹിക്കില്ല. ഈ വീട് അവൾക്കും കൂടി അവകാശപ്പെട്ടതാ. അച്ഛന്റെ തീരുമാനം 100% ശരിയാ. കുടുംബത്തിലുള്ളവര് തമ്മില് എന്നും ശത്രുക്കളായിരിക്കേണ്ട ഒരു കാര്യമില്ല. പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ എല്ലാവർക്കും കഴിയണം. കുടുംബത്തിലുള്ളവരുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. പക്ഷേ ധനുഷിനെ ഇവിടേക്ക് കയറ്റുന്നതിന് മുമ്പ് നല്ലതുപോലെ ഒന്ന് ആലോചിക്കണം. അവനാള് ശരിയൊന്നുമല്ല. നാളെ ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അവനായിട്ട് മാറും. ഇവർക്കെന്താ അവനോട് ഇത്ര വൈരാഗ്യം? ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നെല്ലിശ്ശേരിക്കകത്തേക്ക് ധനുഷ് വരാനുള്ള ഏതൊരു നീക്കത്തെയും മുളയിലെ നുള്ളിക്കളയണം. ഇല്ലെങ്കിൽ അവൻ നാളെ നെല്ലിശ്ശേരിയിലെ വലിയ ആളായിട്ട് മാറും. ഇനിയും അവരെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചാൽ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം നമ്മളെ കുറ്റപ്പെടുത്തും. എല്ലാ മക്കളും അച്ഛൻ ഒരുപോലെയാ. തെറ്റ് ചെയ്തവരെയൊക്കെ പുറത്താക്കാനാണെങ്കിൽ നമ്മളെല്ലാം ഈ വീടിന് പുറത്തു പോകേണ്ടി വരില്ലേ? അവരുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സമയത്ത് ഒരു കൈത്താങ്ങ് നൽകിയാൽ അവര് സന്തോഷത്തോടെ മുന്നോട്ട് ജീവിച്ചു പോവും. ഇഷ്ടമുള്ളൊരു ജീവിതം എന്റെ മോള് തെരഞ്ഞെടുത്തു എന്ന് കരുതി അവളെന്റെ മകള് തന്നെയാണ്. മകളുടെ ഭർത്താവ് എന്റെ മരുമകനാണ്. ഇന്നു മുതൽ അവനെ ഞാൻ എന്റെ മരുമകനായി അംഗീകരിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.